കണ്ണൂർ ഇരിക്കൂറിൽ വി.ഡി. സതീശനായി വീണ്ടും ഫ്ലക്സുകൾ. ശ്രീകണ്ഠാപുരം ടൗണിലാണ് ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കേരളം വോട്ട് ചെയ്തത് ഈ ക്യാപ്റ്റനെ കണ്ടാണെന്ന് ഫ്ലക്സിൽ. മുഖ്യമന്ത്രി കസേര ജനനായകന് നൽകുക എന്നും വാചകം. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ഈ ഫ്ലക്സ് യുദ്ധം ഇങ്ങനെ അവസാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ AICC എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതിലല്ല അണികൾക്ക് ആകാംക്ഷ. അവർ ഓരോരുത്തരും ഓരോരോ നേതാക്കൾക്കായി നിലയുറപ്പിച്ചുകൊണ്ട് ഫ്ലെക്സുകൾ ഇങ്ങനെ സ്ഥാപിക്കുകയാണല്ലേ എല്ലായിടത്തും. അതെ രോഹിണി, അത് തന്നെയാണ് സംഭവിക്കുന്നത്. അത് ഇരിക്കൂറിൽ വെച്ചതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് KC വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രിയായി AICC തീരുമാനിക്കുകയെങ്കിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങാനുള്ള സാധ്യത ഇരിക്കൂറിലാണ്. കാരണം ഇരിക്കൂറിൽ സജീവ് ജോസഫ് എന്ന് പറയുന്നത് KC വേണുഗോപാലിൻ്റെ വിശ്വസ്തനാണ്. സജീവ് ജോസഫിന് ഇരിക്കൂർ സീറ്റ് കൊടുത്തത് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ മാറി നിൽക്കാൻ വേണ്ടിയാണെന്നൊരു പൊതു സംസാരം കൂടിയുണ്ട്. അത്തരമൊരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു വി.ഡി. സതീശന് അനുകൂലമായ ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠാപുരം ടൗണിലാണ് ഈ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. കേരളം വോട്ട് ചെയ്തത് ഈ ക്യാപ്റ്റനെ കണ്ടാണ് എന്നാണ് ഫ്ലെക്സിൽ പറയുന്നത്. മുഖ്യമന്ത്രി കസേര ജനനായകന് നൽകുക എന്നും വാചകമുണ്ട്. ജനാധിപത്യ വിശ്വാസികളായ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെയും ലീഗ് പ്രവർത്തകരുടെയും പേരിലാണ് ഈയൊരു ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ധാരാളമായി ഈ മുസ്ലിം ലീഗിന്റെ പേരിലടക്കം ഈ ശ്രീകണ്ഠാപുരം നഗരത്തിൽ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാലും കോൺഗ്രസ് നേതൃത്വത്തിന് ഈ ഫ്ലെക്സ് യുദ്ധവും അണികളുടെ പൊതുവികാരവും ഒക്കെ വലിയ തലവേദനയാകാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് രോഹിണി.